ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. തയ്യൽ തുടക്കം മുതൽ പഠിക്കാം എന്നുള്ളതിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് നമ്മൾ സൂചി എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, തുണിയുടെ തിക്നെസ് അനുസരിച്ച് സൂചി എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോർമൽ തയ്ക്കുന്ന സൂചി ഉപയോഗിച്ചിട്ടായിരിക്കില്ല കട്ടി കൂടിയ തുണി തയ്ക്കുമ്പോൾ തയ്ക്കേണ്ടത്. അതുപോലെ ഷിഫോൺ പോലെയുള്ള കനം കുറഞ്ഞ നമ്മുടെ ഷോളൊക്കെ തയ്ക്കുന്നത് കുറച്ചും കൂടി കട്ടി കുറഞ്ഞ സൂചി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നും നമ്മൾ കടയിൽ നിന്ന് അതെന്ത് പറഞ്ഞാണ് വാങ്ങേണ്ടതെന്നും ഉള്ള കാര്യമാണ് ആദ്യത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ മെഷീനിൽ എങ്ങനെയാണ് നൂല് ചുറ്റുന്നതെന്നും അതുപോലെ തന്നെ ബോബിനിൽ അടിനൂല് ചുറ്റണമല്ലോ, ബോബിനിൽ എങ്ങനെയാണ് നൂല് ചുറ്റുന്നതെന്നുമുള്ള വീഡിയോ ആണ് രണ്ടാമതായിട്ട് കാണിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് നീഡിൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. നമ്മൾ മെഷീനിൽ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും സൂചിയൊക്കെ പൊട്ടിപ്പോവും. പ്രത്യേകിച്ചും ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ സൂചി ഒടിഞ്ഞൊടിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സൂചിയൊക്കെ പുതിയ മെഷീനാണെങ്കിൽ അവർ 1-2 സ്പെയർ തരും. അപ്പോൾ പഴയ മെഷീനാണെങ്കിൽ നമ്മൾ ആ സ്റ്റിച്ചിങ് ആക്സസറീസ് മേടിക്കുന്ന കടയിൽ ചെന്നിട്ട് സൂചി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ആ സൂചി എങ്ങനെയാണ് ചേഞ്ച് ചെയ്തിടുന്നത് എന്നുള്ള വീഡിയോ ആണ് മൂന്നാമതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെയും കാണുക. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിവിധതരം തുണികൾ തയ്ക്കുമ്പോൾ എടുക്കേണ്ട സൂചികളുടെ അളവുകളെക്കുറിച്ച്, അതായത് സൂചി ഏത് നമ്പർ സൂചി എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്ലോത്ത് അനുസരിച്ചാണ് നമ്മൾ സൂചിയും സെലക്ട് ചെയ്യേണ്ടത്. കട്ടി കൂടിയ ക്ലോത്ത് ആണെങ്കിൽ അതനുസരിച്ചുള്ള സൂചി സെലക്ട് ചെയ്യണം. കട്ടി കുറഞ്ഞ ക്ലോത്ത് ആണെങ്കിൽ അതനുസരിച്ചുള്ള സൂചി സെലക്ട് ചെയ്യണം. കാരണം കട്ടി കൂടിയ ക്ലോത്തിൽ നമ്മൾ കുറഞ്ഞ നമ്പറുള്ള സൂചിയിട്ട് തയ്ച്ചാൽ ഒന്നുകിൽ സൂചി ഒടിഞ്ഞു പോകും, അല്ലെങ്കിൽ സ്റ്റിച്ച് വീഴില്ല, അങ്ങനെ സ്റ്റിച്ചിങ് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ സൂചി തിരഞ്ഞെടുത്തിട്ടാൽ നല്ല സ്റ്റിച്ച് കിട്ടുകയും സൂചി ഒടിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും. നമ്മൾ നീഡിൽ വാങ്ങുന്നത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്പർ പറഞ്ഞിട്ടാണ് വാങ്ങുക. 14, 16, 18 അങ്ങനെ ചില നമ്പറുകൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ നീഡിൽ വാങ്ങുക. നീഡിലിൻ്റെ നമ്പറിനനുസരിച്ച് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നീഡിലിന് ഹൈറ്റിനൊരു വ്യത്യാസവും വരുന്നില്ല. എല്ലാ നീഡിലിൻ്റെയും ഹൈറ്റ് ഒരേപോലെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ തിക്നെസ്സിനൊരു ചെറിയ വ്യത്യാസം വരും. നമ്പർ കൂടുന്നതനുസരിച്ച് തിക്നെസ്സിൽ ചെറിയ വ്യത്യാസം വരും. പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ ഷാർപ്നെസ്സിനാണ്. കൂടുതൽ നമ്പർ കൂടുന്നതനുസരിച്ച് ഷാർപ്നെസ് കൂടി വരും. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം. ഇത് നമ്മൾ സൂചി വാങ്ങുന്ന കവറാണ്. ഇതിൻ്റെ പുറത്ത് ഇതേ കണ്ടോ 16 എന്നുള്ളൊരു നമ്പർ, 100/16 16 എന്നുള്ളൊരു നമ്പർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നോർമലി ഇതുപോലെ ഒരു കവർ സൂചിയാണ് വാങ്ങിക്കുന്നത്. ഇതുപോലെ ഇത്രയും സൂചി വേണ്ട, ഇതിനകത്ത് കുറേയധികം സൂചി ഉണ്ടാവും. ഇത്രയും വേണ്ട എന്നുള്ളവർ ഷോപ്പിൽ ചെന്നിട്ട് നമുക്കിപ്പോൾ 16 നമ്പർ സൂചിയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് 1-2 എണ്ണം വാങ്ങിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അതെടുത്ത് തരും. ഇല്ലെങ്കിൽ തിക്നെസ് നമ്പർ പെട്ടെന്ന് മറന്നു പോയാൽ നമുക്ക് ഇന്ന തുണി തയ്ക്കാനാണ് തിക്നെസ് കൂടിയ സൂചിയാണ് വേണ്ടത് എന്ന് പറയുക. അതുപോലെ തന്നെ മെഷീൻ ഏതാണെന്ന് കൃത്യമായിട്ട് പറയണം. മെഷീൻ നമ്മുടെ സിംഗിൾ മെഷീനാണോ ഇലക്ട്രിക് മെഷീനാണോ അങ്ങനെയുള്ള കാര്യം കൃത്യമായിട്ട് പറയണം. ഡബിൾ മെഷീനാണോ എന്നുള്ളത് അതനുസരിച്ച് വേണം സൂചി നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് നമ്മൾ 14 നമ്പർ സൂചിയാണ് പറയാൻ പോകുന്നത്. 14 നമ്പർ സൂചി വളരെ തിന്നായിട്ടുള്ള തുണികൾ തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സാറ്റിൻ ക്ലോത്ത്, ഷിഫോൺ ക്ലോത്ത് അതുപോലെയുള്ള ക്ലോത്തൊക്കെ തയ്ക്കാനായിട്ടാണ് 14 നമ്പർ സൂചി ഉപയോഗിക്കുന്നത്. അതുപോലെ ചുരിദാറിന് തന്നെ കനം കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ, ജോർജറ്റ് പോലെയൊക്കെയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഈ സൂചി യൂസ് ചെയ്യാം. അടുത്തത് 16 നമ്പർ സൂചിയാണ്. ഈ സൂചിയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ഷോപ്പിൽ ചെന്നിട്ട് സൂചി വേണം എന്ന് പറഞ്ഞാലും നമുക്ക് നമ്പറൊന്നും അറിയില്ല, ഒരു സ്റ്റിച്ചിങ് മെഷീൻ്റെ സൂചി വേണമെന്ന് പറഞ്ഞാലും അവരെടുത്ത് തരുന്ന നമ്പർ മിക്കവാറും 16 നമ്പർ സൂചിയായിരിക്കും. സാമാന്യം കട്ടിയുള്ള സൂചിയാണ്. നോർമൽ തുണിയെല്ലാം തയ്ക്കാൻ, നമ്മുടെ ചുരിദാർ, ബ്ലൗസ്, നമ്മൾ തയ്ക്കുന്ന സാധാരണ എല്ലാ തുണികളും തയ്ക്കാൻ പറ്റുന്ന സൂചിയാണിത്. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോവുകയില്ല. 14ഉം 16ഉം തമ്മിൽ ശരിക്കും ഈ ഷാർപ്നെസ്സിൽ മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. തിക്നെസ്സിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവുന്നില്ല. അടുത്തത് 18 നമ്പർ സൂചിയാണ്. നമ്മൾ കട്ടി കൂടിയ ക്ലോത്തുകൾ തയ്ക്കാനാണ് ഈ സൂചി ഉപയോഗിക്കുന്നത്. ഇതിനല്പം തിക്നെസ് ഉണ്ട്, ഷാർപ്നെസ് കൂടുതലാണ്. കട്ടി കൂടിയ തുണിയാണെങ്കിൽ തയ്ക്കാൻ ഉപയോഗിക്കുന്ന സൂചി ഇതാണ്. ഇത് ഒടിഞ്ഞു പോവുകയുമില്ല. അതുപോലെ പാൻറ്റ്, ജീൻസൊക്കെ തയ്ക്കാനും ഈ സൂചി ഉപയോഗിക്കാം. കട്ടി കൂടിയ ക്ലോത്തുകളെല്ലാം തന്നെ തയ്ക്കാം. കോമൺ ആയിട്ട് നമ്മൾ ഈ 14, 16, 18 ഈ 3 നീഡിൽസാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. നമ്പർ കൂടുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ തുണിയുടെ കട്ടി കൂടുന്നത് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇൻ കേസ് നമ്മൾ നമ്പർ മറന്നു പോയാലും കടയിൽ ചെല്ലുമ്പോൾ തിക്നെസ് കൂടിയ തുണിയാണെങ്കിൽ നമ്പർ അതനുസരിച്ച് കൂടുതലായിരിക്കും എന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ ഇലക്ട്രിക് മെഷീൻ്റെ, നമ്മുടെ ഡിസൈനർ മെഷീൻസിൻ്റെ ഒക്കെ ആണെങ്കിൽ പോലും അത് പക്ഷേ നമ്മൾ മെൻഷൻ ചെയ്യണം ഏത് മെഷീനാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഷോപ്പിൽ പറഞ്ഞിട്ട് തന്നെ ഈ സൂചി സാധാരണ
സാധാരണ സിംഗിൾ മെഷീൻ്റെ സൂചി എടുത്ത് അതിൽ ഉപയോഗിക്കരുത്. ഏത് മെഷീനാണെന്നുള്ളത് പറഞ്ഞിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക. ഇതിൽ നിന്നും ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. കാരണം ഇലക്ട്രിക് മെഷീനിൽ 16-ാം നമ്പർ സൂചിയിൽ തന്നെ നല്ല കട്ടിയുള്ള തുണിയൊക്കെ തയ്ക്കാൻ പറ്റും. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ നൂല് ഇത് ശരിക്കും ബിഗിനേഴ്സിനുള്ള ആദ്യമായി നമ്മൾ തയ്യൽ പഠിക്കുന്നവർ ആദ്യം അറിയേണ്ട ഒരു കാര്യം കൂടിയാണിത്. സാധാരണ തയ്യൽ മെഷീനിൽ നൂല് ചുറ്റുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ബോബനിൽ നൂല് എങ്ങനെയാണ് ചുറ്റുന്നതെന്നും. ഇതൊരു സിംഗിൾ മെഷീനാണ്. സിംഗിൾ മെഷീനിൽ എങ്ങനെയാണ് നമുക്ക് നൂല് ചുറ്റുന്നതെന്ന് നോക്കാം. ഇത് മുകളിലത്തെ നൂലാണ്. മുകളിലത്തെ നൂല് ആദ്യം ഇവിടെ ഇടുക. അതിനുശേഷം ഈ പോർഷനിൽ വെച്ച് ഇടുക. അതിനുശേഷം ഈ സ്പ്രിങ് കണ്ടോ ഇവിടെ ഇടുക. ഇവിടെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അകത്തേക്ക് ഉള്ളിലേക്ക് വലിച്ചു വെക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ സ്പൂളിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു വെക്കാത്ത രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് ഇവിടെ കൂടി നൂല് കടത്തുക. അതിനുശേഷം ഇതിനുള്ളിലേക്ക് കടത്തുക. ഇതിന് ശേഷമാണ് നമ്മൾ നീഡിലേക്ക് കൊരുക്കുക. ഇങ്ങനെയാണ് നമ്മൾ മുകളിലത്തെ സ്റ്റിച്ച് വരുന്ന നൂല് കൃത്യമായിട്ട് ഇടുന്നത് സിംഗിൾ മെഷീനിൽ. സാധാരണ മെഷീനാണിത്, സാധാരണ മെഷീനിൽ ഇടുന്നത്. ഇനി നമുക്ക് ഈ മെഷീനിൽ എങ്ങനെയാണ് ബോബനിൽ നൂല് ചുറ്റുന്നതെന്ന് നോക്കാം. ബോബനിൽ നൂല് ചുറ്റുമ്പോൾ നമ്മൾ ഈ നൂല് സൂചിയിൽ നിന്ന് നൂല് മാറ്റുക. അതിനുശേഷം ഞാൻ ഈ നൂല് തന്നെയാണ് ചുറ്റി കാണിക്കുന്നത്. ഇനി നമുക്ക് ബോബനിൽ നൂല് ചുറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നൂല് ഇവിടെ തന്നെ വെക്കുക. ഈ രണ്ടാമത്തെ ഇതുണ്ടെങ്കിൽ, പഴയ മെഷീനൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഇത് പോയി കിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ ഇതിലേക്കും കൂടി കടത്തിയിട്ട് ബോബനിലേക്ക് നമ്മളൊന്ന് നൂലൊന്ന് 2-3 പ്രാവശ്യം ചുറ്റുക. അതിനുശേഷം ഇവിടെ ഈ താഴെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെയൊരു നോബുണ്ടാവും. ഇവിടേക്ക് നൂലൊന്ന് കടത്തി വെക്കുക, കൃത്യമായിട്ട് നൂല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതാണ് നമ്മൾ ബോബനിൽ നൂല് ചുറ്റുന്ന ഭാഗം. കണ്ടോ, ഇവിടെ ഒരു ചെറിയ വീലുണ്ടാവും. അതിങ്ങനെ കറങ്ങുന്ന വീലായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും. ഈ സ്ക്രൂ ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇത് താഴേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് ഈ വീലുമായിട്ട് ടച്ച് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ചവിട്ടുമ്പോൾ ഇതിങ്ങനെ കറങ്ങുന്നത്. എന്നിട്ട് നമ്മൾ ബോബൻ ഇതിലേക്ക് കടത്തി വെക്കുക. എന്നിട്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് മെല്ലെ ഈ വീല് കറക്കി നോക്കുക, ഇത് കറങ്ങുന്നുണ്ടോ എന്ന്. അല്ലെങ്കിൽ ഒന്നുകൂടി ടൈറ്റ് ചെയ്യുക ആവശ്യത്തിന്. കണ്ടോ, ഇപ്പോൾ ഈ റബ്ബർ വീല് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ബോബനിൽ ഇനി നമുക്ക് സാധാരണ ചവിട്ടുന്നത് പോലെ തന്നെ ഒത്തിരി ടൈറ്റ് ആകരുത്. ഒത്തിരി ടൈറ്റ് ആയാൽ ഇത് കറങ്ങില്ല. അപ്പം ഇത് കറങ്ങുന്ന ഒരു പൊസിഷനിൽ വെച്ചിട്ട് മെല്ലെ ചവിട്ടി നോക്കുക. ഉണ്ടോ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ബോബനിൽ നൂല് ചുറ്റുന്നത് സാധാരണ മെഷീനിൽ. ഇനി നമ്മൾ നൂല് ചുറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമായ നൂല് ചുറ്റിക്കഴിഞ്ഞാൽ ഈ സ്ക്രൂ ഇങ്ങനെ റിലീസ് ചെയ്യുക, ലൂസാക്കുക. ലൂസാക്കുമ്പോൾ ഇത് മെല്ലെ പൊങ്ങി വരുന്നത് കാണാം. ഈ നോബ് കണ്ടോ, ഇത് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഇതിങ്ങ് ഊരിയെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ആവശ്യത്തിന് നൂല് അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സൂചി നീഡിൽ ഒടിഞ്ഞു പോയാൽ നമ്മളത് എങ്ങനെ ഊരിയെടുക്കാമെന്നും പിന്നെ അതുപോലെ തന്നെ പുതിയൊരു സൂചി എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നും കാണിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഈ സൂചി ഇതിപ്പോൾ ഒടിഞ്ഞിട്ടില്ല, നല്ല സൂചി തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. ഇതിൻ്റെ സൂചി തുമ്പൊടിഞ്ഞു പോകാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ കട്ടിയുള്ള തുണി തയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ ഡിസൈനർ തുണിയൊക്കെ തയ്ക്കുമ്പോൾ മിററിലൊക്കെ കയറുമ്പോഴോ മുത്തിലൊക്കെ കയറുമ്പോഴോ ഒക്കെ തന്നെ സൂചിയുടെ തുമ്പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മളിതെങ്ങനെ ഇതെങ്ങനെ ഊരിയെടുക്കാമെന്ന് നോക്കാം. നമ്മളതിന് ഉപയോഗിക്കുന്നത് ഈ ചെറിയ സ്ക്രൂ ഡ്രൈവറാണ്. ഇതെനിക്ക് മെഷീൻ വാങ്ങിച്ചപ്പോൾ തന്നെ ഈ സിംഗറിൻ്റെ മെഷീൻ്റെ ഒപ്പം തന്നെ കിട്ടിയ സ്ക്രൂ ഡ്രൈവറാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ചെറിയ സ്ക്രൂ ഡ്രൈവർ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് നമ്മൾ മെഷീൻ ഉറപ്പിക്കുന്ന സ്ക്രൂ ആണിത്. അപ്പോൾ ഇതിൽ കടക്കാൻ പാകത്തിനുള്ള അത്രയ്ക്കും ചെറിയ ഒരു സ്ക്രൂ ഡ്രൈവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പുതിയ നീഡിലുമാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ നീഡിൽ ഒടിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ റീപ്ലേസ് ചെയ്താണ് കാണിക്കുന്നത്. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇത് ലൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സൂചി ഊരിയെടുക്കേണ്ടത്. അതുപോലെ തന്നെ സൂചി ഇട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്താണ് നമ്മൾ സൂചി ഉറപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മൾ കൈകൊണ്ട് പിടിച്ച് ലൂസാക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ സൂചി ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേ നാളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ടൈറ്റ് ആവും. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്ലോട്ടിൽ കടത്തിയിട്ട് നമ്മളിരിക്കുന്ന സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചാൽ മതി. അപ്പോൾ അത് ലൂസാകും. നമ്മളിത് ലൂസാക്കി കൊടുക്കുക. ലൂസാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു കൈ കൊണ്ട് ഈ സൂചി ഒന്ന് പിടിച്ചേക്കണം. കാരണം അല്ലെങ്കിൽ ഇതിന് താഴേക്ക് വീണു പോകും. താഴെ വീണാൽ ഈ ഹോള് വഴി താഴേക്ക് പോകും. അതുകൊണ്ട് മറ്റേ കൈ കൊണ്ട് ഈ സൂചിയുടെ പോർഷനിലൊന്ന് പിടിക്കുക. എന്നിട്ടിത് മെല്ലെ ലൂസാക്കി കൊടുക്കുക. ലൂസാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടോ, അപ്പോൾ സൂചി ഊരി നമ്മുടെ കയ്യിൽ വരും. എന്നിട്ടിത് സെയിം പോർഷനിൽ തന്നെ
ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് അവിടെ തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് സൂചി ഊരി എടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഒടിഞ്ഞ സൂചി ഇതുപോലെ ഊരി നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ സ്ക്രൂവിനെ ഇതുപോലെ ഊരി എടുക്കാൻ പറ്റും. ഈ പോർഷൻ കണ്ടോ, ഈ സ്ക്രൂ മെല്ലെ ലൂസ് ചെയ്തിട്ട് ഇത് ഊരി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഊരിയെടുത്ത്. നമ്മൾ സാധാരണ ഇടുമ്പോൾ ഇതിങ്ങനെ ഊരി എടുക്കാതെ തന്നെ നമുക്ക് സൂചി ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഒരു സ്ലോട്ടുണ്ട്, ഇതേ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സ്ലോട്ടുണ്ട്. ഈ സ്ലോട്ടിലേക്ക് ഈ നീഡിലിൻ്റെ പരന്ന പോർഷൻ, ബാക്കി 3 റൗണ്ടാണ്, ഒരു പോർഷൻ മാത്രം പരന്നാണ് ഇരിക്കുന്നത്. ആ പരന്ന ഭാഗം ഈ സ്ലോട്ടിലേക്ക് കടത്തി വെക്കത്തക്ക രീതിയിൽ ഈ സ്ലോട്ടും ആ പരന്ന പോർഷനും തമ്മിൽ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ നമ്മൾ നീഡിൽ കടത്തി വെക്കുക. ഇങ്ങനെ നമുക്ക് സൂചി ഇതിനുള്ളിലേക്ക് കടത്തി വെക്കാം. എന്നിട്ട് ഈ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആണ് ഇത്, ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് സൂചി കണ്ടോ, അല്പം ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി പിടിക്കുക. അപ്പോൾ ഉള്ളിലേക്ക് കടന്നിരിക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ ഉയർത്തുമ്പോൾ ആ മുകളിൽ ചെന്ന് സൂചി തട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് കറക്റ്റ് പൊസിഷൻ. അല്ല, ആ മുകളിൽ തട്ടുന്ന ആ പൊസിഷനിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ സ്ക്രൂ ഇതിൻ്റെ താഴെ കൂടി ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂ ഇങ്ങനെ താഴത്തെ കൂടെ മാത്രമേ നമുക്കിത് കടത്താൻ പറ്റുള്ളൂ. എന്നിട്ടിങ്ങനെ താഴെ വഴി ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഒരു വിരൽ കൊണ്ട് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇത് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒന്നുകൂടി നന്നായിട്ട് ഇതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ അനങ്ങരുത്, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ ആദ്യം ചെയ്ത് നിങ്ങളെ കാണിച്ചത് കൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് ഊരിയെടുത്തത്. ഇല്ലെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് ഊരിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ലാതെ തന്നെ ഇതൊന്ന് ലൂസാക്കിയിട്ട് സൂചി കറക്റ്റായിട്ട് ആ പൊസിഷനിൽ കടത്തി വെച്ചങ്ങ് ടൈറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം സൂചിയുടെ പൊസിഷൻ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മെല്ലെ ഒന്ന് തയ്ച്ച് നോക്കുക. അപ്പോൾ സൂചി നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. പിടിച്ച് നോക്കണം ലൂസ് ആവുന്നുണ്ടോ എന്ന്. അതുപോലെ തന്നെ ഈ ഹോൾ കണ്ടോ, ഈ ഹോളിലേക്കാണ്, ഈ താഴെ കാണുന്ന ഈ ഹോളിലേക്കാണ് നമുക്ക് സൂചി കടക്കേണ്ടത്. നമ്മൾ നൂലിടുമ്പോൾ സൂചി കടക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഹോളിലേക്ക് തന്നെ പോകുന്നുണ്ടോ എന്നും അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആണോ എന്നും നോക്കുക. അതുപോലെ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ താഴത്തെ തന്നെ നമ്മൾ അടിയിൽ നൂലിടുന്ന ആ പോർഷൻ, ബോബൻ്റെ മുകളിലുള്ള ആ പോർഷനിൽ ചെന്ന് കൊള്ളുന്ന ഒരു ശബ്ദം കേൾക്കും. പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ, ഇപ്പോൾ ഇത് പൊസിഷൻ കറക്റ്റാണ്, അതുകൊണ്ടാണ് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ നിങ്ങളത് 2-3 പ്രാവശ്യം ഇങ്ങനെ സൂചി മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ സൂചി കറക്റ്റായിട്ടാണോ വീണിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നീഡിൽ ചേഞ്ച് ചെയ്യേണ്ടതെന്നും പൊട്ടിയാൽ തന്നെ സൂചി മാറാനും മനസ്സിലായി കാണുമെന്നും വിചാരിക്കുന്നു. ഇനിയിപ്പോൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് സൂചി മാറാൻ സാധിക്കും. ഇത് നോക്കി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.